ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? ഓണാഘോഷമൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും വീണ്ടും പഠിത്തത്തിൻ്റെ ആ ഒരു മൈൻഡിലോട്ട് വന്നിട്ടുണ്ടാകും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ IBPS POയുടെ ഇൻ്റർവ്യൂ എക്സ്പീരിയൻസ് ആണ് കേട്ടോ. കഴിഞ്ഞ വർഷം ഞാൻ IBPS POയ്ക്ക് ഇൻ്റർവ്യൂവിന് പോയപ്പോൾ എന്നോട് ചോദിച്ച ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. ഞാൻ ഇവിടെ ഒരു ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്നോട് ചോദിച്ച കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ കഴിഞ്ഞ ഇയറിലെ IBPS PO മെയിൻസിന് എനിക്ക് കിട്ടിയ സ്കോറും കൂടെയാണ് കേട്ടോ ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എനിക്ക് ഇൻ്റർവ്യൂ ബാംഗ്ലൂർ വെച്ചിട്ടായിരുന്നു. രാവിലെ 8 മണിക്കുള്ള ഷിഫ്റ്റിനായിരുന്നു. അതുകൊണ്ട് രാവിലെ ആയതുകൊണ്ട് 11 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഇൻ്റർവ്യൂ കഴിഞ്ഞ് പുറത്തോട്ട് വന്നു. നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ആദ്യമായിട്ടായിരുന്നു ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ മാത്രമല്ല, മലയാളി പിള്ളേരെയൊക്കെ നമ്മൾ അവിടെ പോകുമ്പോൾ കാണാൻ പറ്റുമല്ലോ. കാരണം ഓരോ സ്റ്റേറ്റിൽ നിന്ന് വരുന്നില്ലേ, ഇപ്പം മലയാളം, തമിഴ് അങ്ങനെ കുറേ പേരും കാണാൻ പറ്റും. പിന്നെ അതിനകത്ത് കയറി കഴിഞ്ഞ് നമുക്ക് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ അങ്ങനെ കുറേ പ്രൊസീജിയറൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ പകുതി ടെൻഷൻ അങ്ങോട്ട് കുറയും. അതിനകത്ത് കയറി ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ പാനലിൻ്റെ അടുത്തോട്ട് പോകുന്നുണ്ടാവുക. കുറേ പാനലുണ്ടാവും, 4-5 പാനലുണ്ടാവും. ഞാൻ കയറിയ പാനലിൽ 5 പേരായിരുന്നു ഉണ്ടായിരുന്നത്. 4 സാൾസ് ഉണ്ടായിരുന്നു, പിന്നെ ഒരു മാഡം. അപ്പോൾ ഇനി എന്നോട് ചോദിച്ച ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. ആദ്യം ഞാൻ എന്നോട് സെൽഫ് ഇൻട്രൊഡക്ഷനൊക്കെ ചോദിക്കുന്നു പറഞ്ഞ വലിയ കാര്യത്തിൽ പ്രിപ്പയർ ചെയ്തിട്ടാണ് പോയത്. പക്ഷേ സെൽഫ് ഇൻട്രൊഡക്ഷൻ അല്ല എന്നോട് ചോദിച്ചത്. ആദ്യം എന്നോട് എൻ്റെ ക്വാളിഫിക്കേഷൻ എന്താ പഠിച്ചതെന്ന് ചോദിച്ചായിരുന്നു. അതിനുശേഷം ഞാൻ BA ഇംഗ്ലീഷ് ആയിരുന്നു കേട്ടോ പഠിച്ചത്. അതിനുശേഷം എൻ്റെ അടുത്ത് ചോദിച്ചു ഇത്രയും വർഷത്തെ കരിയർ ഗ്യാപ്പ് എന്തുകൊണ്ടാണ് വന്നതെന്ന്. ഞാൻ 2020 പാസ് ഔട്ടാണ് ഡിഗ്രി. അപ്പോൾ അതിനുശേഷം ഇത്രയും വർഷം എന്ത് ചെയ്യുമായിരുന്നു എന്ന് ചോദിച്ചായിരുന്നു. ഞാൻ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം 2 വർഷം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ആണ് ഞാൻ ഈ ഒരു ബാങ്ക് എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി തുടങ്ങിയത്. അപ്പോൾ ഞാൻ ആ ഒരു രീതിക്കാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ വർക്ക് ചെയ്തത് എവിടെയാണ് വർക്ക് ചെയ്തതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഞാൻ ശരിക്കും ഇന്ന സ്ഥലത്തായിട്ടല്ല വർക്ക് ചെയ്തത്. ഞാൻ ഓരോരോ സ്ഥലത്ത് ഇങ്ങനെ മാറി മാറി വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനതിൽ ടെക്സ്റ്റൈൽസിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ആദ്യം ചോദിച്ച ക്വസ്റ്റ്യൻ ടെക്സ്റ്റൈൽസ് സെക്ടേഴ്സിന് വേണ്ടി കൊടുക്കുന്ന ലോൺ ഏതൊക്കെയാണെന്നുള്ളതായിരുന്നു. പെട്ടെന്ന് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. എനിക്കത് പറയാൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ആദ്യം ചോദിച്ചപ്പോൾ. ശരിക്കും മുദ്ര യോജന ഉണ്ടല്ലോ, മുദ്ര യോജനയ്ക്കകത്ത് ശിശു കിഷോർ തരുൺ എന്ന് പറയുന്ന ലോണൊക്കെ ഉണ്ട്. അപ്പോൾ അത് പറയാനുള്ളതായിരുന്നു അതിൻ്റെ ആൻസറായിട്ട്. ശരിക്കും ഞാനത് ഓർത്തിട്ടുണ്ടായിരുന്നില്ല, എനിക്കത് പറയാൻ പറ്റിയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ കരിയർ ഗ്യാപ്പ് വരുന്നവരുണ്ടല്ലോ, അത് കറക്റ്റായിട്ട് അതിന് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു ആൻസർ കണ്ടുപിടിച്ചിട്ട് വേണം പോകാൻ. കാരണം നല്ല ഒരു 3 വർഷം വരെ ഒന്നും ചോദിക്കില്ല എന്ന് തോന്നുന്നു. ഡിഗ്രി കഴിഞ്ഞിട്ട് ഒരു 3 വർഷമൊക്കെ എക്സാമിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമില്ല. അല്ലാതെ ഒരു 5-6 വർഷമൊക്കെ വരുന്നവരുണ്ടല്ലോ, 4, 5, 6 വർഷമൊക്കെ വരുന്നവർ കറക്റ്റായിട്ട് ഒരു ആൻസർ കണ്ടുപിടിച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. അവർ ചോദിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് പറയാൻ പറ്റണം. അങ്ങനെ ആൻസർ കണ്ടുപിടിച്ചിട്ട് പോകണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്നോട് ചോദിച്ചത് ബാങ്ക് അക്കൗണ്ട് ഉണ്ടോയെന്നായിരുന്നു. അപ്പോൾ എനിക്ക് സേവിങ്സ് ബാങ്ക് അക്കൗണ്ടാന്ന് പറഞ്ഞു, SBIയിലാന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ചോദിച്ചു അങ്ങനെയാണെങ്കിൽ SBIയുടെ തന്നെ ബാങ്കിൻ്റെ പ്രോഡക്റ്റുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചായിരുന്നു. അപ്പം ബാങ്കിങ് പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞത് ഡിപ്പോസിറ്റുകൾ, ലോണ്, അതുപോലെ തന്നെ ഇൻഷുറൻസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഞാൻ പറഞ്ഞു. പക്ഷെ ശരിക്കും അവരേതോ ഒരെണ്ണം സ്പെസിഫിക്കായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് ചോദിച്ചു അത്രയേ ഉള്ളൂ, വേറെ ഇല്ലേന്ന് ചോദിച്ചു. അപ്പോൾ ഏതോ ഉണ്ടായിരുന്നു, അതെനിക്ക് കറക്റ്റ് പറയാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഫ്രണ്ട്സിനോടൊക്കെ വന്ന് സംസാരിച്ചപ്പോൾ അവരും ശരിക്കും ഇതൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ ഏതോ ഉണ്ട് കേട്ടോ, അതെനിക്ക് പറയാൻ പറ്റില്ലെന്ന്. പിന്നെ MSME എന്താണെന്ന് ഇലാബറേറ്റ് ചെയ്യാൻ പറഞ്ഞായിരുന്നു. അത് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അതിനെപ്പറ്റി ഒന്നും ചോദിച്ചില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് GST ഡയറക്റ്റ് ആണോ ഇൻഡയറക്റ്റ് ആണോ എന്ന് ചോദിച്ചായിരുന്നേ. അതെനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, ഡയറക്റ്റ് ആണോ ഇൻഡയറക്റ്റ് ആണോ എന്ന്. ശരിക്കും ഞാൻ ഈ ബാങ്ക് റേറ്റും അതുപോലെ തന്നെ റെപ്പോ റേറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് ഇപ്പോൾ അവർ ചോദിച്ചത് ഫുള്ള് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് കേട്ടോ. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ GST ശരിക്കും ഇൻഡയറക്റ്റ് ആണ് കേട്ടോ. എനിക്ക് അവിടെ ഇരുന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനതുകൊണ്ട് നോട്ട് ഷുവർ എന്നാണ് അത് പറഞ്ഞത്. പിന്നെ എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു യൂണിയൻ ബഡ്ജറ്റ്. നമുക്ക് ഇൻ്റർവ്യൂ പോയ സമയത്ത് യൂണിയൻ ബഡ്ജറ്റൊക്കെ വന്ന ഒരു ടൈമായിരുന്നു. അപ്പോൾ ബാങ്കിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് യൂണിയൻ ബഡ്ജറ്റിൻ്റെ എന്തെങ്കിലും ഒരു പോയിന്റ് പറയാൻ പറഞ്ഞായിരുന്നു. അത് ഞാൻ പറഞ്ഞായിരുന്നു. അതിലൊരു പോയിന്റ് ഞാൻ ഇങ്ങനെ നോക്കിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിലൊരു പോയിന്റ് പറഞ്ഞായിരുന്നു. പിന്നെ അതിനെക്കുറിച്ചൊന്നും ചോദിച്ചില്ല. പിന്നെ എന്നോട് പേഴ്സണൽ ക്വസ്റ്റ്യൻ ചോദിച്ചു. വീട്ടിലാരൊക്കെ ഉണ്ട്, എന്ത് ചെയ്യുന്നു, അതുപോലെ തന്നെ ഇപ്പോൾ ജോലി കിട്ടിക്കഴിഞ്ഞാൽ അതെങ്ങനെ ഫാമിലിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. ഇപ്പോൾ മാരീഡാണെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയാണെങ്കിൽ എങ്ങനെ ഫാമിലി ലൈഫ് എങ്ങനെ ജോലിയുടെ കൂടെ തന്നെ കൊണ്ടുപോകും. കാരണം ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും പോസ്റ്റിംഗ് ആവാമല്ലോ. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ എങ്ങനെ അത് അഡ്ജസ്റ്റ് ചെയ്യുന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട്
അതിലൊരു മാം എന്നോട് ചോദിച്ചു. അതിലിപ്പോൾ 5 പേരുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും ഓരോരോ ക്വസ്റ്റ്യൻ വീതം എന്തായാലും നമ്മളോട് ചോദിക്കും. ഇപ്പോൾ ഒരാളൊരു ക്വസ്റ്റ്യൻ കഴിഞ്ഞു, അടുത്ത ആൾ ക്വസ്റ്റ്യൻ കഴിഞ്ഞു, അങ്ങനെ 5 പേര് ഓരോ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്യും. ഇടയ്ക്കിടയ്ക്ക് എന്നൊക്കെ ഓരോ ആൾക്കാർ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരിക്കും. ഒരാൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ശരിക്കും അതിൻ്റെ ഇടയ്ക്ക് നിന്ന് ഒരാൾ എന്തെങ്കിലുമൊക്കെ നോട്ട് ചെയ്യുന്നുണ്ടാവും. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ അടുത്ത് നമ്മളോട് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും അവർ നോട്ട് ചെയ്യുന്നുണ്ടാവുക, അല്ലെങ്കിൽ മേ ബി നമ്മുടെ എന്തെങ്കിലും നെഗറ്റീവ് ആണോ എന്ന് അറിഞ്ഞുകൂടാ. അത് കഴിഞ്ഞിട്ട് അതിലൊരു മാം എന്നോട് ചോദിച്ചായിരുന്നു. അതായിരുന്നു എന്നോട് ചോദിച്ച ഏറ്റവും ലാസ്റ്റ് ക്വസ്റ്റ്യൻ. കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്താണെന്നുള്ളത് ചോദിച്ചായിരുന്നു കേട്ടോ. അതെന്താണെന്ന് ഇലാബറേറ്റ് ചെയ്യാൻ, കമ്മ്യൂണിക്കേഷൻ സ്കില്ല് എന്താണ് എന്നുള്ളത് അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ള രീതിക്കാണ് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എന്നോട് ചോദിച്ചത്. പിന്നെ പേഴ്സണൽ ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും. അത് 2-3 പേര് പേഴ്സണൽ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചത്. മീൻസ് അതിനർത്ഥം വേറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചേട്ടോ. എന്നിട്ട് വീണ്ടും പേഴ്സണൽ ക്വസ്റ്റ്യൻസും ചോദിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ ഒരു ഓർമ്മയിൽ എന്നോട് ഇത്ര ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഒരു 7-8 മിനിറ്റ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരുപാട് പഠിച്ചതും ഒരുപാട് വർക്ക് എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ആൾക്കാരോടുണ്ടല്ലോ, അതനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. അപ്പോൾ നമ്മൾ പോകുമ്പോൾ അതൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് കഴിഞ്ഞ വർഷത്തെ മെയിൻസിൻ്റെ സ്കോർ കാർഡ് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ SC കാറ്റഗറിയിലാണ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. ശരിക്കും ഞാൻ SC കാറ്റഗറിയാണ് കേട്ടോ. ഇപ്പം ഞാൻ അപ്ലൈ ചെയ്തേക്കുന്നത് ജനറലിലാണ്. കാരണം എനിക്ക് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ റീസണിങ് ആൻഡ് കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡിൽ മാക്സിമം സ്കോർ 60 ആണ്. കഴിഞ്ഞ തവണ ഈ ഒരു സെക്ഷന് വേണ്ടി മാത്രം 1 മണിക്കൂറായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ അറ്റൻഡ് ചെയ്തേക്കുന്നത് 14 ക്വസ്റ്റ്യൻസ് ആണ്. ഈ ഒരു റെഡ് കളറിൽ കൊടുത്തേക്കുന്നില്ല, എൻ്റെ നമ്പർ ഓഫ് അറ്റംപ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ 14 ക്വസ്റ്റ്യൻസ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ശരിക്കും 1 മണിക്കൂറിൽ 14 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അത്രയ്ക്കും എനിക്ക് ഭയങ്കര ടഫായിരുന്നു. കുറേ പസിൽസൊക്കെ എനിക്ക് നന്നായിട്ട് സ്റ്റക്കായി. കുറേ പോസിബിലിറ്റി ഒന്നും എനിക്ക് അവസാനം തലപ്രാന്തായിട്ടോ. പസിൽസ് എനിക്ക് തോന്നുന്നു ഞാൻ ഒരെണ്ണം കണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ 2 മാർക്കിൻ്റെ 1 മാർക്കിൻ്റെയൊക്കെ നമുക്ക് മിസ്ലേനിയസ് ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അതൊക്കെയാണ് മറ്റേ ആ ഒരു സഫിഷ്യൻസി, ഡാറ്റ സഫിഷ്യൻസി പോലുള്ള ക്വസ്റ്റ്യൻസും അതുപോലെ അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 14 അറ്റംപ്റ്റ് ഉണ്ടായിരുന്നു. എൻ്റെ സ്കോർ 14 ആണ് എനിക്ക് കിട്ടിയേക്കുന്നത്. ശരിക്കും അതിനകത്ത് നെഗറ്റീവ് വന്നിട്ടുണ്ടാവണം. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ ഉള്ളതുകൊണ്ട് ആ ഒരു മാർക്ക് അങ്ങനെ വന്നതായിരിക്കും. പിന്നെ ബാങ്കിങ് അവയർനെസ്, ജനറൽ ബാങ്കിങ് അവയർനെസ് നോക്കുകയാണെങ്കിൽ അതിൽ ഞാൻ 18 അറ്റംപ്റ്റ് കൊടുത്ത് എൻ്റെ സ്കോർ 6.5 ആണ്. അതിൽ കുറേ ഞാൻ ഗസ് വർക്ക് ചെയ്തായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് കുറേ നെഗറ്റീവ് വന്നു. ശരിക്കും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇംഗ്ലീഷിൽ ഞാൻ 17 അറ്റംപ്റ്റേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. എൻ്റെ സ്കോർ 13.75 ആണ്. പിന്നെ എനിക്ക് ഇംഗ്ലീഷ് നല്ല പാടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കോണ്ട് സെക്ഷനിൽ 14 അറ്റംപ്റ്റാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് കിട്ടിയ സ്കോർ 13.5. എൻ്റെ ഒരു കണക്ക് കൂട്ടലനുസരിച്ച് എനിക്ക് കുറച്ചുകൂടി സ്കോർ കോണ്ടിൽ കിട്ടണമായിരുന്നു. കാരണം 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ ഒരു 7-8 അങ്ങോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും എന്തായാലും അതിനകത്ത് നെഗറ്റീവ് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് essay ആൻഡ് ലെറ്റർ റൈറ്റിംഗ്, അത് 25 മാർക്കിനാണ് വരുന്നത്. 1/2 മണിക്കൂറുള്ളൂട്ടോ നമുക്കതിന്. അപ്പോൾ എനിക്ക് കിട്ടിയേക്കുന്ന 11 മാർക്കാണ്. ശരിക്കും ഞാൻ അതിൽ ലെറ്റർ മാത്രം കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളൂ. essayയിൽ ജസ്റ്റ് ചെറിയൊരു പാരഗ്രാഫ് ചെയ്തതേ ഉള്ളൂ. അപ്പോഴത്തേക്കും എൻ്റെ സമയം തീർന്നു. അതങ്ങ് സബ്മിറ്റായി. അപ്പോൾ SC കാറ്റഗറിക്ക് ഇൻ്റർവ്യൂവിന് പോകാൻ വേണ്ടി ക്വാളിഫൈ ആവേണ്ട മാർക്ക് 54.25 ആണ്. അപ്പോൾ എനിക്ക് കിട്ടിയേക്കുന്നത് 58.75 ആണ്. ശരിക്കും ഒരു 4 മാർക്കൊക്കെ കൂടുതൽ വന്നിട്ടുള്ളൂ. ഇതൊന്നും പോരാ, നമുക്ക് മെയിൻസിന് ഒരു 15 to 20 മാർക്ക് നിങ്ങൾക്ക് കട്ട് ഓഫിനേക്കാൾ കൂടുതലുണ്ടെങ്കിൽ കൺഫേം സെലക്ഷൻ ഉറപ്പാണ്. കാരണം നമുക്ക് ഇൻ്റർവ്യൂവിന് എത്ര മാർക്ക് കിട്ടും അത് വെച്ച് പാസ്സാവുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതിൽ കിട്ടുന്ന മാർക്ക് എങ്ങനെയാണ് നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ പറഞ്ഞ പോലെ നമുക്ക് മെയിൻസിനായാലും 15-20 മാർക്കൊക്കെ എബോവ് കട്ട് ഓഫ് എടുക്കുക എന്ന് പറയുന്നത് ഒരിക്കലും എളുപ്പമുള്ള കാര്യമല്ല. അത് അത്രയും ഹാർഡ് വർക്ക് ചെയ്യണം. ശരിക്കും ആ ഒരു കട്ട് ഓഫ് ക്ലിയർ ചെയ്യുക എന്നുള്ളത് തന്നെ ഒരു സംഭവമാണ്. അപ്പം അതിനേക്കാൾ കൂടുതൽ മാർക്ക് എടുക്കുക എന്നുള്ളത് അത് കുറച്ച് കഷ്ടപ്പാടുള്ള പണിയാണ്. എന്നാലും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാം. ഈ ഒരു വർഷം പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരും എക്സാം ക്ലിയർ ആവട്ടെ ഞാൻ ആഗ്രഹിക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കാം കേട്ടോ. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ടാറ്റ.